ഇനി 7/1/2022 പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ₹10,000. അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു ഓഫീസിലേക്ക്. ഇപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു മുതലാണ്, സ്വത്താണ് അല്ലേ? അപ്പോൾ അത് റിയൽ അക്കൗണ്ടിൽ വരും. ക്യാഷും സ്വത്താണ്, റിയൽ അക്കൗണ്ടിൽ വരും. അപ്പോൾ ഇവിടെ റിയൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾസ് അപ്ലൈ ചെയ്യുള്ളൂ. കമ്പ്യൂട്ടർ നമുക്ക് വന്നു, അപ്പം ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്യാഷ് പോയി, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെബിറ്റ് 10,000, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് 10,000. ഇതിൻ്റെ നരേഷൻ ബീയിങ് കമ്പ്യൂട്ടർ പർച്ചേസ്ഡ് ആസ് പെർ വൗച്ചർ നമ്പർ 4. അപ്പോൾ ഇവർ തന്ന കമ്പ്യൂട്ടർ മേടിച്ച് കഴിഞ്ഞപ്പോൾ അവരൊരു ബില്ല് തന്നു. അതിന് നമ്മൾ വിളിക്കുന്നത്, നമുക്ക് പൈസ കൊടുത്തിട്ട് കിട്ടിയതായതുകൊണ്ട് നമ്മൾ വിളിക്കുന്നതിന് വൗച്ചർ എന്നാണ്. അപ്പം 4ാമത്തെ വൗച്ചറാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ ഓടിച്ച് വന്ന് നോക്കുമ്പോൾ ഈ വൗച്ചർ നോക്കും. അവർ തന്ന കമ്പ്യൂട്ടർ കടക്കാരൻ തന്ന ബില്ലും എല്ലാം കൂടെ അയാൾ ഒത്തുനോക്കി കഴിയുമ്പോൾ ഓരോ സാധനങ്ങൾക്ക് പ്രത്യേകം വിലയിടും. അതിൻ്റെ ടാക്സ് എല്ലാം ബില്ലിൽ കാണും. ആ ബില്ല് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കണം. അപ്പോൾ ആ ബില്ല് നോക്കിയിട്ട് ആണ് ഇത് ഈ കണക്ക് ശരിയാണെന്ന് ഓഡിറ്റർ സാക്ഷ്യപ്പെടുത്തി തരുന്നത്. ഓക്കെ. 9/1/2022 പെയ്ഡ് സാലറീസ് ടു അക്കൗണ്ടൻ്റ് ₹5,000. അക്കൗണ്ടിന് ശമ്പളം കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ 2 അക്കൗണ്ടാണ് വരുന്നത്. ഒന്ന് തന്നെ സാലറി കൊടുത്തു, 5,000 കൊടുത്തു. അതാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ സാലറി എന്ന് പറയുന്നത് എന്താണ്? നോമിനൽ അക്കൗണ്ടാണ്, ചിലവല്ലേ. ക്യാഷോ റിയൽ അക്കൗണ്ട്. ഇപ്പോൾ നോമിനൽ അക്കൗണ്ടിൻ്റെ തത്വം എന്താ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഗെയിൻസ് ആൻഡ് പ്രോഫിറ്റ്സ്. ഇവിടെ സാലറി നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത്, അപ്പോൾ നമുക്ക് ചിലവാണ്. അതുകൊണ്ട് നമ്മൾ സാലറീസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. റിയൽ അക്കൗണ്ടിൻ്റെ തത്വം എന്താ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇവിടെ ക്യാഷ് കയ്യിൽ നിന്ന് പോവായത്, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഇനി നമ്മൾ നരേഷൻ എഴുതി വെച്ചു. ബീയിങ് സാലറി പെയ്ഡ് ആസ് പെർ വൗച്ചർ നമ്പർ 5. 5ാമത്തെ വൗച്ചർ നമ്പർ അനുസരിച്ചാണ് നമ്മൾ ഈ സാലറി കൊടുത്തപ്പോൾ വൗച്ചർ മേടിച്ച് വെച്ചേക്കുന്നത്. 12/1/2020 റിസീവ്ഡ് ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ഫോർ ഡിപ്പോസിറ്റ് ₹1,000. അതായത് നമ്മൾ 2-ാം തീയതി ബാങ്കിൽ കൊണ്ടുപോയി ഒരു 4 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിന് അവർ ഇൻട്രസ്റ്റ് തന്നതാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ 2 അക്കൗണ്ടുണ്ട്. ഇൻട്രസ്റ്റ് അക്കൗണ്ടും ഉണ്ട്, ക്യാഷ് അക്കൗണ്ടും ഉണ്ട്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്തായിട്ട് വരും? നോമിനൽ അക്കൗണ്ടാണ് അല്ലേ. ക്യാഷ് റിയൽ അക്കൗണ്ട്. അപ്പോൾ ഈ നോമിനൽ അക്കൗണ്ടിൻ്റെ തത്വം എന്താണ്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഗെയിൻസ് ആൻഡ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുമായത്, അപ്പോൾ നേട്ടമാണ് അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. റിയൽ അക്കൗണ്ട് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പം ക്യാഷ് നമുക്ക് വരുവാണ് ചെയ്തത്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. അപ്പം ക്യാഷ് നമുക്ക് കിട്ടി, കാരണം റിയൽ അക്കൗണ്ടായിട്ട് ക്യാഷ് വന്നു. ഇനി എന്തിൻ്റെ പേരിലാണ് കിട്ടിയത്? ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് ലാഭം ഉണ്ടായി, ഇൻട്രസ്റ്റ് എന്ന ഒരു അക്കൗണ്ട്. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തു. നമ്മൾ എഴുതി വെക്കുകയാണ് ബീയിങ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം ബാങ്ക് ആസ് പെർ റെസീപ്റ്റ് നമ്പർ 2. എന്താ ഇവിടെ റെസീപ്റ്റ് നമ്പർ 2 എന്നത്? ആദ്യം നമ്മുടെ സ്ഥാപനത്തിലേക്ക് ക്യാപിറ്റൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു രസീത് നമ്മൾ എഴുതി കൊടുത്തു അല്ലേ. അപ്പോൾ അത് പിന്നെ അത് എക്ക് വൗച്ചറായിട്ടും വരും, നമുക്ക് റെസിപ്റ്റായിട്ടും വരും. അപ്പോൾ ആണത് എഴുതി കൊടുത്തത്, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് എഴുതി കൊടുത്തു. ഇതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് നമുക്ക് അവർ ഈ ഇൻട്രസ്റ്റ് തന്നു, അപ്പോൾ നമ്മളൊരു രസീത് അവർക്ക് എഴുതി കൊടുത്തു. അപ്പോൾ അതാണ് ഈ നമ്പർ 2 എന്നിടാൻ കാരണം. ആദ്യത്തേത് നമ്മൾ ക്യാപിറ്റൽ എയിൽ നിന്ന് മേടിച്ചപ്പോൾ ഒരു രസീത് അയക്കി കൊടുത്തു. 2ാമത്തേത് നമ്മൾ ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയപ്പോൾ നമ്മളത് 2ാമത്തെ ഇതായിട്ട് എഴുതി വെച്ചു. ഇനി അത് മനസ്സിലായല്ലോ. ഓക്കെ. ഇവിടെ
15/12/2022 പെയ്ഡ് വേജസ് ₹500. വേജസ് എന്ന് പറഞ്ഞാൽ ദിവസക്കൂലി നമ്മൾ കൊടുക്കുക. ഇപ്പോൾ വേജസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് അല്ലേ, കൂലി കൊടുത്തതല്ലേ. അപ്പോൾ അത് നോമിനൽ അക്കൗണ്ടിൽ വരും. നോമിനൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾ എന്താ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഗെയിൻസ് ആൻഡ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ചിലവാണ്, അതുകൊണ്ട് നമ്മൾ വേജസ് ഡെബിറ്റ് ചെയ്തു. ഇനി എന്താ നമ്മൾ കൊടുത്തത്? ക്യാഷാണ് കൊടുത്തത്. ക്യാഷ് എന്ന് പറഞ്ഞാൽ റിയൽ അക്കൗണ്ടല്ലേ. റിയൽ അക്കൗണ്ടിൽ ഏതെങ്കിലും അസറ്റ് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം, കയ്യിൽ നിന്ന് പോയാൽ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുമായിരുന്നു, അതുകൊണ്ട് നമ്മൾ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഇനി നരേഷനിൽ ബീയിങ് വേജസ് പെയ്ഡ് ആസ് പെർ വൗച്ചർ നമ്പർ 6. അപ്പോൾ നമ്മൾ ചിലവായതുകൊണ്ട് വൗച്ചറാണ് എഴുതി വെച്ചത് അല്ലേ. വരവാണെങ്കിൽ നമ്മൾ എന്ത് എഴുതുമായിരുന്നു? രസീത് എഴുതുമായിരുന്നു. അപ്പോൾ 6ാമത്തെ വൗച്ചർ പ്രകാരം നമ്മൾ ₹500 വേജസ് കൊടുത്തു. അപ്പം ഈ വേജസ് കൊടുത്ത് ഇതിവിടെ ഉണ്ടെങ്കിൽ ഓഡിറ്റർ വരുമ്പോൾ അവരിങ്ങനെ നോക്കും വേജസ് കൊടുത്ത് കറക്റ്റാണോ, അപ്പോൾ അതിന് രേഖയുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അവരെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഓക്കെ. ഇനി 22/1/2022 പെയ്ഡ് ഓഫീസ് റെൻ്റ് ₹1000. അത് നമ്മളൊരു കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, സെക്യൂരിറ്റിയൊക്കെ കൊടുത്ത്. അപ്പോൾ അതിന് റെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഓഫീസ് റെൻറ്റ് കൊടുത്തു. ഓഫീസ് റെൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചിലവാണ്. ചിലവായതുകൊണ്ട് നോമിനൽ അക്കൗണ്ട്, ക്യാഷ് റിയൽ അക്കൗണ്ട്. അപ്പോൾ നോമിനൽ അക്കൗണ്ടിൻ്റെ തത്വം എന്താ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. ഇപ്പോൾ ഓഫീസ് റെൻറ്റ് കൊടുത്തതുകൊണ്ട് ഓഫീസ് റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ്. ക്യാഷ് കൊടുത്തതുകൊണ്ട് ഓഫീസ് റെൻ്റായിട്ട് ഇത് ചിലവ് വന്നു, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അതിന് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇനി അതിന് നമ്മൾ പറഞ്ഞു നരേഷൻ എഴുതി വെച്ചു ഓഫീസ് റെൻ്റ് പെയ്ഡ് ആസ് പെർ വൗച്ചർ നമ്പർ 7. അപ്പോൾ ഓഫീസ് റെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ അതിന് രസീത് മേടിച്ചോണം. അപ്പം ഇത് ഇങ്ങനെ ആണ് ഇത് എഴുതേണ്ടത്. അപ്പം ഇതിൻ്റെ ഒരു ഏകദേശ രൂപ എല്ലാവർക്കും പിടി കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ നമ്മൾ അനലൈസ് ചെയ്തിട്ട് എത്ര അക്കൗണ്ട് ഉണ്ട് എന്ന് നോക്കണം, അത് ഏതൊക്കെയാണെന്ന് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂള് അപ്ലൈ ചെയ്തോളൂ. നമുക്ക് ക്യാഷ് വന്നാൽ നമ്മൾ രസീത് കൊടുത്തോണം. അതിന് 1, 2, 3 എന്നിങ്ങനെ സീരിയൽ നമ്പർ ഇട്ടോണം. ഇനി നമ്മൾ ക്യാഷ് കൊടുത്താൽ നമ്മൾ വൗച്ചർ മേടിച്ചോണം. അതിനും 1, 2, 3, 4 ഇങ്ങനെ സീരിയൽ നമ്പർ കൊടുത്തോണം. ഇവിടെ ഇപ്പോൾ നമുക്ക് 22/1/2022 വരെ ഇവിടെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുള്ളൂ. അപ്പോൾ അത്രയും നമ്മൾ എഴുതി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് കണക്ക് എഴുതുമ്പോൾ ഫെബ്രുവരി മാസത്തെയാണ് നമ്മൾ എഴുതുന്നത്. ഫെബ്രുവരിയിൽ നമ്മൾ ക്യാഷ് ആരുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രസീത് നമ്പർ 1 എടുത്തോളുക, ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ വൗച്ചർ നമ്പർ 1 ഇട്ടോളുക. അപ്പോൾ ഇതാണ് അക്കൗണ്ടൻസിയുടെ മോഡൽ. അതായത് ആദ്യം നമുക്കൊരു ട്രാൻസാക്ഷൻ കിട്ടിയാൽ അതിൽ ഏതൊക്കെ ഗ്രൂപ്പിൽപ്പെട്ട അക്കൗണ്ടുകളാണെന്ന് നോക്കിയിട്ട് അതിൽ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുക. അപ്പം ഈ ഡെബിറ്റും ക്രെഡിറ്റിനെയും ആണ് നമ്മൾ എല്ലാ ട്രാൻസാക്ഷനിലും ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഡെബിറ്റിനെയും ക്രെഡിറ്റിനെയും കൂടെ നമ്മൾ ഡ്യൂവൽ ആസ്പെക്റ്റ് എന്നൊരു പേര് കൂടിയുണ്ട്. ഇതിന് DUAL ആസ്പെക്റ്റ്. അപ്പം ഡ്യൂവൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ASPCT ആണ് കേട്ടോ. DUAL ASPECT ഡ്യൂവൽ ആസ്പെക്റ്റ് എന്ന് പറയും. അതായത് 2 ആസ്പെക്റ്റ് ഉണ്ട്, ഒരു ഡെബിറ്റ് ആസ്പെക്റ്റ്, ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റ്. ഇനിയും നിങ്ങളുടെ ബുക്കിൽ നോക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ അക്കൗണ്ടൻസി പുസ്തകം ഉണ്ടാവും, അതിൽ നോക്കിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ ഐറ്റവും ചെയ്യുമ്പോൾ അതിൽ ഡെബിറ്റും ക്രെഡിറ്റും എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു പ്രത്യേക കാര്യമുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗം സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ GM കോമേഴ്സ് എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സൈറ്റ് വരെ, അതിൽ നിന്ന് നിങ്ങൾക്ക് പുറകോട്ടോ മുന്നോട്ടോ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം. അങ്ങനെ സംശയ നിവാരണം നടത്തുക. അപ്പം നമ്മൾ ഇന്ന് വരെ പഠിച്ച തിയറി ഇന്ന് നമ്മൾ പ്രാക്ടിക്കൽ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇത് നന്നായി മനസ്സിലാക്കി
എല്ലാവരുമായിട്ട് സഹകരിച്ചു പോവുക. അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നൽകുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.